ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടുറങ്ങിയാലോ? ആമയും കൊക്കുകളും. പണ്ട് ചന്ദനക്കാട്ടിൽ കാടിൻ്റെ മധ്യത്തായി ഒരു കുഞ്ഞു തടാകമുണ്ടായിരുന്നു. ഈ തടാകത്തിലായിരുന്നു വളരെ സംസാരപ്രിയനായിരുന്ന ഒരു ആമക്കുട്ടി താമസിച്ചിരുന്നത്. ഈ ആമയാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും എപ്പോഴും സംസാരിക്കുക പതിവായി. അതുകൊണ്ട് തന്നെ തടാകത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളോടും അവൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ രണ്ട് കൊക്കുകൾ ആ തടാകത്തിൽ വന്നെത്തി. ആമ വളരെ വേഗത്തിൽ തന്നെ അവരുമായി സൗഹൃദത്തിലായി. അവൻ ദിവസവും അവരോട് സംസാരിച്ചു, മതിയാവോളം സംസാരിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ആ കാട്ടിൽ കടുത്ത വേനൽ ആരംഭിച്ചു. ആ വർഷം കാട്ടിലെങ്ങും മഴ പെയ്തതേയില്ല. തടാകത്തിലെ വെള്ളവും വറ്റാനായി തുടങ്ങി. തടാകത്തിലെ വെള്ളം കുറഞ്ഞു തുടങ്ങിയതോടുകൂടി ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും പല സ്ഥലങ്ങളിലായി വാസസ്ഥലം അന്വേഷിച്ചു പോയി. കൊക്കുകളും അതുപോലെ തന്നെ പുതിയ വാസസ്ഥലം തേടി പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവർ തങ്ങളുടെ സുഹൃത്തായ ആമയെ കൊണ്ടുപോകാൻ കഴിയാത്തതിൽ വളരെയധികം വിഷമിച്ചു. അവർ ആമയോട് പറഞ്ഞു, സുഹൃത്തേ, ഞങ്ങളും മറ്റൊരു തടാകത്തിലേക്ക് പോകുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക? ഞങ്ങൾ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. വരൾച്ച കഴിഞ്ഞാൽ പഴയതുപോലെ ഞങ്ങൾ ഉടൻ തന്നെ തിരികെ എത്തും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇത് കേട്ടതും ആമ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ കൊക്കുകളോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നത്? എനിക്ക് പേടിയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ തടാകത്തിലെ ബാക്കി വെള്ളവും വറ്റില്ലേ? അപ്പോൾ ഞാൻ ആഹാരം കിട്ടാതെ എങ്ങനെയാണ് ജീവിക്കുക? നമുക്കിനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആമയുടെ വാക്ക് കേട്ടപ്പോൾ കൊക്കുകൾക്ക് വളരെയധികം സങ്കടമായി. എന്തു ചെയ്യാനാണ് സുഹൃത്തേ? നിനക്ക് ഞങ്ങളെപ്പോലെ പറക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് നീ മറ്റൊരു സ്ഥലത്തേക്ക് വന്നെത്തുക? ഇത് കേട്ടതും മാമ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ഉപായമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അതുപോലെ ചെയ്താലോ? ഇത് കേട്ടതും കൊക്കുകൾ പറഞ്ഞു, നിന്നെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഉപായം സമ്മതിക്കാം. ആമ ഉടൻ തന്നെ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു നീളമുള്ള മരക്കൊമ്പെടുത്ത് രണ്ടറ്റവും നിങ്ങൾ കടിച്ചു പിടിച്ചോളൂ. അതിൻ്റെ മധ്യഭാഗത്ത് വായ കൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് കിടന്നുകൊള്ളാം. അപ്പം നിങ്ങൾ എന്നെയും കൊണ്ട് പറന്നാൽ മതി. ആമയുടെ ഉപായം കൊക്കുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സംസാരപ്രിയനായ നിന്നെയും കൊണ്ട് ഇങ്ങനെ പോകുന്നത് വളരെയധികം അപകടകരമാണ്. കൊക്കുകൾ കൂട്ടിച്ചേർത്തു. ആമ പറഞ്ഞു, സുഹൃത്തേ, ഇല്ല, അവിടെ എത്തുന്നത് വരെ ഞാൻ സംസാരിക്കുകയേയില്ല. ആമയുടെ വാക്ക് വിശ്വസിച്ച് കൊക്കുകൾ പറഞ്ഞു, എങ്കിൽ തീർച്ചയായും നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. ഇതും പറഞ്ഞ് അവരൊരു മരക്കൊമ്പ് സംഘടിപ്പിച്ച് അതിൻ്റെ രണ്ടറ്റവും കടിച്ചു പിടിച്ചു. സമയം കളയാതെ ആമയും മരക്കൊമ്പിൻ്റെ മധ്യഭാഗത്ത് കടിച്ചു പിടിച്ച് കിടന്നു. കൊക്കുകൾ ആമയുമായി പറന്നുയർന്നു. പല സാഹചര്യങ്ങളിലും സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും ആമ മിണ്ടാതെ തന്നെ കിടന്നു. അങ്ങനെ കൊക്കുകൾ പറന്ന് ഒരു ഗ്രാമത്തിൻ്റെ മുകളിലൂടെ പറക്കാൻ ആരംഭിച്ചു. താഴെ കളിച്ചുകൊണ്ട് നിന്ന കുറേ കുട്ടികൾ ഇത് കണ്ട് ഉറക്കെ ചിരിച്ചു. ദേ, പറക്കുന്ന ആമയെ കണ്ടോ? ഇത് കേട്ടതും ആമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. അവൻ കുട്ടികളെ ശകാരിക്കാനായി വായി തുറന്നതും നേരെ താഴേക്ക് പതിച്ചു. കൊക്കുകൾ ഭയന്നുപോയി. അവർ ഉടൻ തന്നെ താഴേക്ക് പറന്നു. ആമ താഴേക്ക് പതിച്ചതും അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെല്ലാം ഓടി അടിയിലെത്തി. ആമയെ കണ്ടപ്പോൾ അവർക്ക് സഹതാപം തോന്നി. നല്ലവരായ കുട്ടികൾ എല്ലാവരും ചേർന്ന് അവനെ തൊട്ടടുത്തുള്ള ഒരു പുഴക്കരയിൽ കൊണ്ടുപോയി വച്ചു. തടാകം കണ്ടപ്പോൾ കൊക്കുകൾക്കും വളരെയധികം സന്തോഷമായി. കൂട്ടുകാരെ കണ്ടപ്പോൾ ആമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ.
ഇനി നമുക്ക് 3 പേർക്കും ഇവിടെ നിന്ന് എങ്ങും പോവേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിവിടെ വേനൽ കഴിയുന്നത് വരെ താമസിക്കാം. അങ്ങനെ ആ സുഹൃത്തുക്കൾ ഒരുപാട് കാലം വളരെ സന്തോഷത്തോടു കൂടെ ആ തടാകത്തിൽ എങ്ങനെ കഴിഞ്ഞു.